ഗംഗാനദിയിൽ ഒരു കോമളകുമാരൻ അമ്പുകൾ കൊണ്ട് അണ കെട്ടുന്നു. വലിയ വെള്ളപ്പൊക്കം. ഈ വിവരം ഒരു ഭൃത്യൻ ശാന്തനു മഹാരാജാവിനെ അറിയിക്കുന്നു. ശാന്തനു ഗംഗാതീരത്തെത്തി. അതാ അവിടെ അമ്പുകൾ കൊണ്ട് ഗംഗാനദിയിൽ ഒരു വലിയ അണക്കെട്ട്. ആ അണക്കെട്ടിന് മുകളിൽ ഒരു കുമാരൻ. ശാന്തനു കോപം കൊണ്ട് ജ്വലിച്ചു. ശാന്തനു ചോദിച്ചു, ആരാണ് നീ? അവൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ നദിയിൽ അമ്പുകൾ കൊണ്ട് അണകെട്ടി നോക്കുകയായിരുന്നു. ശാന്തനു വീണ്ടും പറഞ്ഞു, അണ മുറിക്കൂ, ഈ നാട് വെള്ളത്തിനടിയിലാകും. രാജാവ് പിന്നെയും കോപിച്ചു. ഈ നേരമതാ ഗംഗാനദിയിൽ ഒരു സ്ത്രീരൂപം ശാന്തനുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ശാന്തനുവിന്റെ ഭാര്യ ഗംഗയായിരുന്നു. മഹാരാജൻ, ഞാൻ ഗംഗയാണ്. നദിയിൽ അണകെട്ടിയ കുമാരൻ അങ്ങയുടെ മകൻ തന്നെ. 16 വർഷം മുമ്പ് അങ്ങയെ ഞാൻ വേർപിരിയുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുരുന്ന്. അവൻ്റെ പേര് ദേവവ്രതൻ. അവനെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. ഞാൻ മടങ്ങുന്നു. ഗംഗ അപ്രത്യക്ഷയായി. ആ ദേവവ്രതനാണ് മഹാഭാരതത്തിലെ ഇതിഹാസം ഭീഷ്മർ.